പ്രിയമുള്ളവരെ, ഞാനിന്ന് സമസ്തയുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാനാണ് വന്നത്. സമസ്തയെ സ്നേഹിക്കുന്നവരും ലീഗിനെ സ്നേഹിക്കുന്നവരൊക്കെ മുസ്ലിങ്ങളിലുണ്ട്, വെറുക്കുന്നവരുണ്ട്, ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ട്. 2 ദിവസം മുമ്പ് നടന്ന അവസാനത്തെ സംസ്ഥയുടെ മുഷാവറ യോഗത്തിൽ നടന്ന ഇഷ്യൂസൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. പ്രിയപ്പെട്ട അധ്യക്ഷൻ ഇറങ്ങിപ്പോകേണ്ടി വന്നൊരു സാഹചര്യമൊക്കെ എന്താണെന്നൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ പറഞ്ഞാൽ, ഈ ഒരു സംഘടന സംസ്ഥ നിലനിൽക്കേണ്ടത് സുന്നി മുസ്ലിം ആദർശവുമായി നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായൊരു കാര്യമാണ്. അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇന്നലെ നടന്ന വിഷയങ്ങളിലൊക്കെ ആളുകൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അതൊക്കെ തന്നെയാണ് നമ്മൾ പറയാൻ ശ്രമിച്ചത്. അല്ലാതെ അതിനിടയിൽ സലാം സാഹിബ് ലീഗിൻ്റെ പ്രസിഡൻ്റായി വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയെന്നൊക്കെ പറയുന്നത് വെറും ഇല്ലാ കഥകൾ മെനഞ്ഞ ആളുകളെ പൊട്ടം കളിപ്പിക്കുകയാണ്. സമസ്തയെയും ലീഗിനെയും ഭിന്നിപ്പിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രത്തിന് ചില ആളുകൾ ബലിയാടാളുകൾ ആകുകയാണ്. അത് തിരിച്ചറിഞ്ഞ് ആ പഴയ അവസ്ഥയിലേക്ക് തന്നെ സമസ്തയും ലീഗിനെ കൊണ്ടുപോകേണ്ടത് നിർബന്ധമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ സംസ്ഥയ്ക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുകയും ലീഗിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചതൊന്നുമല്ല ഇതിൻ്റെ വിഷയങ്ങൾ. ഇനിയും ഒരുപാട് വിഷയങ്ങൾ പുറത്തു വരാനുണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരും, ഒരു സംശയമില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുക, തീരുമാനങ്ങൾ എടുക്കുക. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിൻ്റെ പിറകെ പോകുന്നതിന് മുമ്പ് കാര്യങ്ങളെക്കുറിച്ചറിയാൻ ഒരു വിവേകപൂർണ്ണമായ അന്വേഷണം നടത്തുന്നില്ലെങ്കിൽ കുറച്ച് കാത്തിരിക്കാനെങ്കിലും അണികൾ തയ്യാറാണ്. കാരണം ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലെ കളികൾ. കാരണം ഇപ്പോൾ ലീഗിനെ ക്ഷയിപ്പിക്കുക, അണികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ലീഗിൽ നിന്നൊക്കെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഭിന്നിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അതിന് ചില ആളുകൾക്ക് അച്ചാരം കൊടുത്ത് അവരുടെ ചില ശ്രമഫലമായിട്ടാണ് അത് നടക്കുന്നത്. അപ്പോൾ ഇന്നലെ പല ആളുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പല ആളുകളുടെയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു മുഷാവറ അംഗങ്ങളായിട്ടുള്ള ആളുകളുടെയൊക്കെ അഭിപ്രായങ്ങളും നേരിട്ട് അവരനുഭവിച്ച കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കേട്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ സംഘടനകളെ രണ്ടിനെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ആത്മാർത്ഥമായൊരു ശ്രമം സുന്നി ആദർശവുമായി ലീഗിനെ സ്നേഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അത് പിന്തുടരണം. അതുവരെ കാത്തിരിക്കണം. കാരണം ഇതൊക്കെ രാഷ്ട്രീയ കളികളാണ്. നമ്മളെ ക്ഷയിപ്പിക്കാൻ, നമ്മളെ ഇല്ലാത്തത് പറഞ്ഞ് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം മാത്രമാണെന്ന് മനസ്സിലാക്കുക. വരും നാളുകളിൽ ഇതിൻ്റെ ഗുരുതരമായ ചില കാര്യങ്ങളും കൂടി